നിങ്ങൾ പോത്തിനെ അറുക്കുമ്പോൾ അറുക്കുന്ന ആ കത്തിക്ക് നല്ല മൂർച്ച വേണം. അനാവശ്യമായി വേദനിപ്പിക്കരുത്, അനാവശ്യമായി വിഷമിപ്പിക്കരുത്. അങ്ങനെ തുടങ്ങി കൊല്ലുന്ന സമയത്തും നിങ്ങൾ പരമാവധി ദയയോടെ പരമാവധി കാരുണ്യം കാണിച്ച് കൊല്ലണം. അഥവാ അനാവശ്യമായി ഒരൽപ്പവും ഒരു ജീവിയെയും വേദനിപ്പിച്ചുകൂടാ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് അതുപോലെ താറാവുകൾ ധാരാളം മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ആയിരിക്കാം, എനിക്കതിന്റെ ശാസ്ത്രീയത അറിയില്ല. മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയായിരിക്കാം ചില വിഷയങ്ങൾ ചികിത്സ കണ്ടെത്താതിരിക്കുമ്പോൾ നശിപ്പിക്കുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുന്നുള്ളൂ. അല്ലേ? പല്ലുവേദനയായിട്ട്, പല്ലുവേദനയായാൽ പെട്ടെന്ന് പല്ല് പറിച്ചു കളയൂല. ആ പല്ല് ഇളകിയ പല്ല് ഇളകാതെ തന്നെ നിർത്താൻ കഴിയോ? ഓട്ടയുള്ള പല്ല് അടച്ചിട്ട് നിർത്താൻ കഴിയുമെന്ന് കുറെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണല്ലോ. ഒരു പ്രവർത്തകൻ അദ്ദേഹം ഒരു അച്ചടക്കലംഘനം നടത്തിയാൽ അദ്ദേഹത്തെ സംഘടനയെ തന്നെ പരമാവധി പിടിച്ചു നിർത്താൻ ഇങ്ങനെ കഴിയും എന്ന് പരമാവധി നോക്കുമല്ലോ. അവസാനം ഒരു നിവൃത്തിയില്ലാതിരിക്കുമ്പോഴല്ലേ ഒരു സംഘടനയുടെ നേതൃത്വം ആ സംഘടനയിൽ നിന്ന് പറിച്ചു മാറ്റുക. അതായത് പെട്ടെന്ന് പറിച്ചു മാറ്റില്ലല്ലോ. നമ്മുടെ സ്വന്തം പല്ല് വേദനയായാലും അങ്ങനത്തെ പരമാവധി മരുന്ന് കൊടുത്തിട്ട് നിർത്താൻ വേണ്ടി നോക്കും. അവസാനം ഒരു നിവൃത്തിയില്ല, എല്ലിന് പഴുപ്പ് തട്ടിപ്പോയി. നിവൃത്തിയില്ല എന്ന് കണ്ടാൽ പിന്നെ ഡോക്ടർമാര് പറയുന്ന ചികിത്സ എന്താണ്? പല്ല് എടുത്തു കളയുക എന്നതാണ്. അല്ലാതെ പിന്നെ ചികിത്സയില്ല. ചികിത്സ ഞാനിതുവരെ കണ്ടിട്ടില്ല. പല്ലെടുത്തു കളയാന്നുള്ളതാണ് ചികിത്സ. ആ ചികിത്സ ഒരു ചികിത്സയാണെന്ന് എനിക്കിട്ട് തോന്നുന്നില്ല. കാരണം എന്തുകൊണ്ട്? അങ്ങനെ വേദനയാണെന്നൊക്കെ എടുത്തു കളിയാണെങ്കിൽ ഒരാൾക്ക് തലവേദനയായിട്ട് മാറുന്നില്ലേ? തലെടുത്തു കളിയാ. അങ്ങനെ ഓരോന്നിനും വയറ്റിന് വേദനയായിട്ട് നിവൃത്തിയില്ലെങ്കിൽ വയറെടുത്തു കളിയാ. ഇങ്ങനെ എടുത്തു കളിയാ പിന്നെ അത് ചികിത്സയാണ്. അപ്പൊ ചികിത്സാ രംഗത്ത് വളരെയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇത്തരം ചില രോഗങ്ങൾക്ക് ചിലപ്പോൾ ചികിത്സ കണ്ടെത്തിയിട്ടില്ല. അത് ഒരു താറാവിനോ 4-5 താറാവിനോ രോഗം വരുമ്പോ ബാക്കിയുള്ള താറാവിന് രോഗം പകരാതിരിക്കാനുള്ള മാർഗം കണ്ടെത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഈ ലക്ഷക്കണക്കിന് താറാവുകളെ എന്തിനു കൊന്നു എന്ന ചോദ്യം ബാക്കിയില്ലേ? അതിരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഇന്നാ ജഅൽനാ മഅലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. സുബ്ഹാനല്ലാഹ്. കുറേ താറാവുകൾ ഇങ്ങനെ ഒത്തൊരുമിച്ച് പോകുന്ന കാണുമ്പോൾ എന്തൊരു ഭംഗിയാണ്. ഇവകളൊക്കെ കൊല്ലാണ് എന്ന് പറയുമ്പോൾ എന്തൊരു വേദനയാണ്. അപ്പോ ഏത് ജീവികളും ഏത് സസ്യങ്ങളും ഇവിടെ ഈ ഭൂമിക്ക് അലങ്കാരമാണ്. പൂവൻകോഴി നിങ്ങളൊന്ന് ആലോചിച്ചു. ഒരു കൂടുതൽ പറഞ്ഞാൽ ഞാൻ വെറുതെ പറയാൻ തോന്നും. അതുകൊണ്ട് വലിയ പൈസ 1 ലക്ഷം റുപ്യ നിങ്ങൾ ഒരു പൂവൻകോഴീനെ ഉണ്ടാക്കി തരും. കൂടുതൽ ഞാൻ 10 കോടി തരാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കോട് കഴിയൂല എന്ന് എനിക്കറിയാം. 10 കോടി പറയുമ്പോൾ ഇയാൾക്ക് എവിടുന്ന കോടി തന്നെ പിന്നെ നാളെ അമ്പകയിൽ ചിലപ്പോ ഒട്ടാകെ ഇയാൾക്ക് എവിടുന്നോ പൈസ കിട്ടിയിട്ടുണ്ടെന്ന് പ്രശ്നമായി. അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഒരു പൂവൻകോഴിയെ അല്ലെങ്കിൽ ഒരു പൂവൻകോഴിയുടെ ഒരു തൂകലെങ്കിലും ആ ഭംഗിയുള്ള വസ്തു നമുക്ക് നിർമ്മിക്കാൻ കഴിയുമോ? അങ്ങനെ അതിനപ്പുറം ഞാൻ ഇപ്പോഴും ഓർമ്മിക്കാണ്. പരിശുദ്ധ റമദാനിൽ UAE ഗവൺമെന്റ് ഗസ്റ്റായി വഅദ് പറയാൻ പോയപ്പോ ദുബായ് ഭരണാധികാരി ഷെയ്ഖ് സാഹിബ് സുമു ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഹഫിദഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ നോമ്പുറക്കാൻ വേണ്ടി വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന പണ്ഡിതന്മാരെ ഒന്നായിട്ട് അബുദാബിയിൽ കൊണ്ടുവന്നു പോകുമ്പോ സുബ്ഹാനല്ലാഹ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് കയറിപ്പോകുന്നതിന്റെ 2 ഭാഗത്തും എത്രേ മൈലുകളാണ്, വലിയ മൈലുകൾ. ആ മൈലുകൾ അതിന്റെ ആ ചിറകൊക്കെ ഒന്ന് വിരിച്ചിട്ട് നിൽക്കും. എന്തൊരു ഭംഗിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്